ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കെയർ ഹോമിന്റെ ലൈസൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അബീസ് യുഗയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ കുറച്ച് 2-3 ദിവസം മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞു. കാര്യം പറഞ്ഞ പുള്ളിക്കാരി സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. സ്റ്റുഡൻറ്റ് പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്വിച്ച് ഒന്നും ചെയ്യല്ലായിരുന്നു. പഠിത്തം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം വേറെ ജോലിയൊന്നും സെറ്റാകാത്തത് കാരണം കെയർ ഹോമിലോട്ട് കയറി. അതിനുശേഷം അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ജീവിതം പൊക്കോണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് പുള്ളിക്കാരിയുടെ കെയർ ഹോമിലെ ലൈസൻസ് റിവോക്ക് ചെയ്തു. അത് കാരണം ഇനിയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരുടെയും തന്നെ സ്പോൺസർഷിപ്പ് പോവുകയാണ്, അവർക്ക് ഇനി റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മളെ വിളിച്ച്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കും പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ലായിരുന്നു ഇനി എന്നാ ചെയ്യാൻ പറ്റും, എന്താണ് ഇതിനുള്ള അടുത്ത ഓപ്ഷൻ എന്നൊന്നും. നമ്മളും അറിയാവുന്ന കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ കിട്ടിയ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. കാര്യം പറഞ്ഞാൽ നമ്മളൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നു, അവിടെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടുന്നു, നമ്മുടെ ലൈഫ് സെറ്റായി എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. 5 വർഷം ഏതെങ്കിലും ഒരു കെയർ ഹോമിൽ അത്യാവശ്യം നല്ലപോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് PR-ലോട്ട് നമ്മൾ എലിജിബിൾ ആണ്. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടാണ് എല്ലാവരും തന്നെ നല്ലൊരു പ്രൊഫഷണൽ പഠിത്തം പഠിച്ചിട്ടും അല്ലെങ്കിൽ നാട്ടിൽ ഒരു നല്ല ജോലി ഉണ്ടായിട്ടും UK-ൽ വന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റുകയില്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വ്യത്യാസമാണ്. ആ സമയത്തെ സാഹചര്യം പോലെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ കെയർ ഹോമിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ സെറ്റായി, ഇനിയിപ്പം 5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന ആ ടൈമിന് തൊട്ട് മുന്നേ നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ഈ ഫ്രണ്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ കെയർ ഹോമിലോട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ലൈസൻസ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിൽ ഉള്ള ആളാണെങ്കിലും ഇനി എടുക്കാൻ പോകുന്ന ആളാണെങ്കിലും ഈ വീഡിയോ കണ്ടിരിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് ഒക്കേഷണലി ചില സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഹോമിന്റെ ലൈസൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പം ഈ കഥയുടെ തുടക്കം എവിടാന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു 2-3 കൊല്ലം മുന്നേ, അതായത് ഇപ്പം ഞാനൊക്കെ വന്ന ഒരു ടൈം എന്ന് വെച്ചാൽ 2022 ബാച്ചാണ് ഞാൻ. അപ്പം ഞങ്ങളുടെയൊക്കെ ടൈമിൽ വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 വർഷത്തെ കെയർ ഹോം വിസയിലായിരിക്കും അവർ നിൽക്കുന്നത്. ഈ കെയർ ഹോം വിസ ഏകദേശം തീരാറാവുന്ന സമയമാണ് ഈ വരുന്ന ഒരു ഇയർ എന്ന് പറയുന്നത്. ഈ ഒക്ടോബർ കഴിഞ്ഞിട്ടുള്ള ഇയർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കെയർ ഹോമിലെ വിസ പുതുക്കേണ്ട നേരമായി. ഇവർ ഈ കെയർ ഹോമിലെ വിസ പുതുക്കുന്ന കാര്യം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, കെയർ ഹോമിലെ ആൾക്കാർ പറയുന്നത് കെയർ ഹോമിലെ ലൈസൻസ് റിവോക്ഡ് ആയി, CQCയുടെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ CQCയുടെ ലിസ്റ്റിൽ ഇവരുടെ പേര് ഇനി ഇല്ല, അത് കാരണം ഇവർക്ക് ഇനി സ്പോൺസർഷിപ്പ് തരാൻ പറ്റില്ല. ഇവര് സംഭവം ഒഴിഞ്ഞു. പക്ഷേ അവിടെ ആ ഒരു കെയർ ഹോമിലെ സ്പോൺസർഷിപ്പ് ലൈസൻസിൽ നിൽക്കുന്ന ജോലിക്കാരെ കെയറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു ഓപ്ഷൻ ഇനിയും കിട്ടുന്നില്ല. കാര്യം പറഞ്ഞാൽ നമ്മളൊരു മിനിമം ഒരു 6 മാസം എങ്കിലും നമുക്ക് നമ്മുടെ വിസയിൽ വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്പോൺസറിനെ തപ്പി കണ്ടുപിടിച്ചൊക്കെ നമുക്ക് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പക്ഷേ ഒരു മാസമൊക്കെ മുന്നേ ആണ് നമ്മുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നമുക്ക് തരാനുള്ള ആൾക്കാർക്ക് അത് ഇല്ലാന്ന് അറിയുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. കറന്റ് UK-യുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ജോലിക്കും അത്യാവശ്യം പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു ലൈസൻസിൽ നിന്ന് വേറൊരു ലൈസൻസിലോട്ട് മാറാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈസി ആക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ഇതിനെ പ്ലാൻ ചെയ്യുക. ഇപ്പം നമ്മുടെ ലൈസൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ വിസ റിന്യൂ ചെയ്യാൻ പ്രശ്നമുണ്ട് എന്നൊരു 6 മാസം മുന്നേ നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള ഫർദർ സ്റ്റെപ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുകയാണ്. ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2-3 മക്കളൊക്കെ കാണും. ഈ ഒരു സമയത്ത് ഇപ്പം പ്രഗ്നന്റും ആണ്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ടെൻഷന്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് നമുക്ക് നഷ്ടമാവും, നമുക്ക് ടെൻഷനും ആവും, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാത്തൊരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ CQC കെയർ ക്വാളിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ കുറെ കെയർ ഹോമുകൾക്കെതിരെ കുറെ പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ തന്നെ CQC എപ്പോഴും ചെക്കിംഗ് ആണ്, ഏതൊക്കെ കെയർ ഹോം ആണ്, എന്തൊക്കെ കെയർ ഹോമിൽ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ കംപ്ലൈൻസ്, അതിനെ പറ്റിയിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം ഈ CQCയുടെ ചെക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഒരു കെയർ ഹോമിനെ പറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് അതിനനുസരിച്ചുള്ള ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് നടത്തും. ഇവരുദ്ദേശിക്കുന്ന ക്വാളിറ്റിയിലാണോ
രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ റെസിഡൻസിനെ നല്ല രീതിയിലാണോ കെയർ ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ എൻ ഐ ബേസിലാണോ വർക്ക് ചെയ്യുന്നത്, ട്രെയിനിങ് ഒക്കെ കിട്ടിയവരാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ CQC അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ CQC ചെക്ക് ചെയ്ത നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിശയമാവും ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന്. പല കെയർ ഹോമുകളും, നമ്മളിപ്പോൾ മലയാളികൾ നടത്തുന്ന കെയർ ഹോം എന്ന് കുറേ പേരൊക്കെ പറഞ്ഞെങ്കിലും മലയാളികളും ബാക്കി രാജ്യക്കാർ നടത്തുന്നതും ബ്രിട്ടീഷുകാർ നടത്തുന്ന കെയർ ഹോമുകളിൽ വരെ പല കെയർ ഹോമിലും പല പ്രശ്നങ്ങളും കണ്ടെത്തുകയുണ്ടായി. അതായത് ഇവർ ഈ ചെക്കിങ് നടത്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവർ ഫുള്ളി ഒരു തിയററ്റിക്കൽ ചെക്കിങ് നടത്തും. അതുപോലെ തന്നെ അവിടുത്തെ കെയറേഴ്സിനോട്, ഈ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോടും അവിടുത്തെ മാനേജ്മെന്റിനോടും അവിടെ താമസിക്കുന്ന റെസിഡൻസ്, നമ്മൾ നോക്കുന്ന ആൾക്കാരോടും ഇവര് ഈ കെയർ ഹോമിന്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടും ഇവർക്ക് കിട്ടുന്ന പരിചരണത്തെ പറ്റിയിട്ടും ഒക്കെ ഇവരോട് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലെ നടത്തും. ഇതിൽ സാറ്റിസ്ഫാക്ടറി അല്ലാത്ത ഒരു റിപ്ലൈ ആണ് ഈ CQCയുടെ കമ്മീഷന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ കെയർ ഹോമിന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള ഇഷ്യൂ ചെയ്യും. റിവോക്ക് ചെയ്യാന്ന് വെച്ചാൽ ലൈസൻസ് ഉള്ള കെയർ ഹോമിന്റെ ലൈസൻസ് തിരിച്ചെടുക്കാം. ഈ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കെയർ ഹോം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈസൻസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആ സ്പോൺസറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ എല്ലാവരുടെയും സ്പോൺസർഷിപ്പ് ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ CQCയുടെ ഫൈൻഡിങ്ങിൽ പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പൊ ന്യൂസിലൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പല കെയർ ഹോമുകളിലും സ്റ്റാഫ് ഷോർട്ടേജ് വരുന്നത് മൂലം അവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ഷിഫ്റ്റുകൾ എടുക്കുന്നു. ഇപ്പം ഒരു ലോങ് ഡേ ഷിഫ്റ്റ് അല്ലെങ്കിൽ 12 hour ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 12 hour ഷിഫ്റ്റിന് വരുന്നവര് 2 മണിക്കൂർ മാത്രം കിടന്ന് ഉറങ്ങുകയോ വല്ലതും ചെയ്തിട്ട് അവിടെ തന്നെ കുളിച്ച് പല്ല് തേച്ച് അടുത്ത ഷിഫ്റ്റിന് കയറുന്നു. അതായത് കണ്ടിന്യൂസ് ഷിഫ്റ്റ് എടുക്കുന്നു. അപ്പം ഈ കണ്ടിന്യൂസ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ നാച്ചുറലി ഒരു മനുഷ്യൻ ആവശ്യത്തിന് റെസ്റ്റും ഉറക്കം കിട്ടിയില്ലെങ്കിൽ വരാൻ പോകുന്ന മെന്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും കാരണം ഈ കെയറേഴ്സിന്, ജോലി ചെയ്യുന്നവർക്ക് അവിടെയുള്ള റെസിഡൻസിനെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനോ അവരുടെ ഡയറ്റ് പ്ലാൻ ഒക്കെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇതൊരു ക്വാളിറ്റിയിലെ പ്രശ്നമാണെന്നും പറഞ്ഞാണ് കുറെ കെയർ ഹോംസിന്റെ ഒക്കെ ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞിടയ്ക്കും കണ്ടിരുന്നു ഈ റെസിഡൻസിനോടുള്ള സ്റ്റാഫിന്റെ പെരുമാറ്റം, അവരെ ബുള്ളി ചെയ്യാണ്, അവരെ കാര്യമായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈന്റുകളും ഈ റെസിഡൻസിന്റെ അല്ലെങ്കിൽ റെസിഡൻസിന്റെ ഫാമിലിയിൽ നിന്നും വരുന്നത് കാരണവും കെയർ ഹോംസിന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാൻ പറ്റൂല എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. വേറൊരു കാര്യം കൂടെ പറയട്ടെ, കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ കെയർ ഹോമിലോട്ട് സ്റ്റാഫിനെ ഇന്റർനാഷണലി സ്റ്റാഫിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറെ അധികം പൈസ കൂടുതൽ മേടിക്കുന്നു, അതായത് എന്താണ് സ്കാം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളത്. ഈ സ്കാമിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഇവിടെ വന്ന ഇന്റർനാഷണലി അല്ലെങ്കിൽ ഓവർസീസ് വന്ന കെയറേഴ്സിനെ വളരെയധികം ചൂഷണം ചെയ്യുന്നു. വളരെയധികം കെയർ ഹോം അല്ലെങ്കിൽ ഏജൻസികൾ ചൂഷണം ചെയ്യുന്നു എന്നും കുറെ അധികം ഏജൻസികളുടെ ലൈസൻസും റിവോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കെയർ ഹോമിന്റെ ലൈസൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കാം. ഒരു മിനിമം ഒരു 3 months കൂടുമ്പോഴേലും നിങ്ങളുടെ കെയർ ഹോമിന്റെ ലൈസൻസിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു CQCയുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ആണ്, അതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു COS അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ COSന്റെ അകത്ത് നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നമ്പർ ഉണ്ടാവും. ആ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിനെതിരെ എന്തെങ്കിലും കംപ്ലൈൻസോ എന്തെങ്കിലും പ്രശ്നം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. ഒരു മിനിമം 3 months കൂടുമ്പോഴേലും നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. മാക്സിമം 6 months മുന്നേ, നിങ്ങളുടെ വിസ തീരുന്നതിന് 6 months മുന്നേ എങ്കിലും ആ കെയർ ഹോമിലെ ആൾക്കാരുമായിട്ട് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പുതിയ പ്ലാൻസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് UK എത്തുന്നത്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് പല രീതിയിൽ. ഇപ്പൊ കെയർ ഹോമിൽ കയറുന്നു എന്ന് വെച്ചാലും ചില ആൾക്കാരെ നെറ്റിച്ചു വിളിക്കും, കെയർ ഹോമിൽ നീ പണിയെടുക്കുന്ന കെയർ ഹോമിലല്ലേ എന്ന്. എത്രയും കഷ്ടപ്പെട്ട് അവരവിടെ നിൽക്കുന്നതെന്നും നമ്മുടെ മനസാക്ഷിക്ക് ഉള്ള രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മളെക്കാട്ടിലും വേറൊരു സൈഡുണ്ട്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ അവരെ നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഈ സ്പോൺസർഷിപ്പ് ലൈസൻസിലാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക നിങ്ങളുടെ കെയർ ഹോമിനെയും നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസിനെയും പറ്റിയിട്ട്. അപ്പം ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന് വിശ്വസിക്കുന്നു. കാര്യം പറഞ്ഞാൽ നമുക്ക് റീസെന്റ് ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനും ഇതിനെപ്പറ്റി കുറെ ചിന്തിച്ചതും നമ്മൾ കുറെ വെബ്സൈറ്റുകളൊക്കെ നോക്കി മനസ്സിലാക്കിയതും. അപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അബീസ് UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക. ഇറ്റ്സ് മീ വീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.